ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവീധോനി വ്ളോഗ്സ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് പോയാലോ? ഞാനും അച്ഛനും ഏട്ടനും കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. കുട്ടികളെയൊക്കെ റെഡിയാക്കി അവർക്കൊരു ബാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മളെ നെയ്ബറാണ്. ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരുടെ വീടാണ് കേട്ടോ. ഇതാണ് വീട്. അവിടെ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴേക്കും. പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരത്തായിരുന്നു ഫംഗ്ഷനെ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തി കുറച്ച് നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിക്കുകയാണ്. അച്ഛനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിന്നിട്ട് നമുക്കിനി അവരെ കാണാൻ പോകണം. അവരകത്താണുള്ളത്. അങ്ങനെ നമുക്കവരെ കാണാം. ഞാൻ പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ എന്താ ഫംഗ്ഷനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാവേ. ഇതാണ് ആ ചേട്ടൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് കേട്ടോ. മിലിറ്ററി ആയിരുന്നു. അപ്പോൾ ഇത്രയും ഇയേഴ്സ് രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഇതിന് ഒരു ബിഗ് സല്യൂട്ട്. അതിനുശേഷം ഇതാണ് ഈ വൈഫ്, ചേട്ടൻ്റെ വൈഫാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവളോട് പോസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വ്ളോഗിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നിന്നിട്ട് കേക്കൊക്കെ കഴിച്ച് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പൊറോട്ടയാണ് മേടിച്ചത്. അങ്ങനെ ഞാൻ കുട്ടികളെ സേഫായിട്ട് അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ഇരുന്ന് കഴിക്കുന്നത് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. എന്തുണ്ടെങ്കിലും അവർ നമ്മൾ കഴിക്കുന്നത് പിടിച്ച് വലിക്കാനൊക്കെ നോക്കും കേട്ടോ. അതിലോട്ടായിരിക്കും അവർ അട്രാക്ഷൻ പോകുന്നത് തന്നെ. അപ്പോൾ നമുക്ക് കഴിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഞാനപ്പോൾ അവരെ നോക്കുവാണ് കേട്ടോ. അവർ അച്ഛൻ്റെയും ഏട്ടൻ്റെയൊക്കെ ആഹാരത്തിലോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് വായി വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചൊരു തുള്ളി മാത്രം അവരെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു മോൾ ഉറക്കമായിട്ടുണ്ടായിരുന്നേ. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.